MC നോക്കൂ, ഗൾഫ് രാജ്യങ്ങളുടെ മേലുള്ള ഇറാന്റെ ആക്രമണം അത് അംഗീകരിക്കാനാകില്ല എന്ന ശക്തമായ നിലപാട് ഗൾഫ് രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേരുകയും അതിലാണ് ഇത്ര ശക്തമായ രീതിയിൽ ഒരു നിലപാട് ഇറാനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം പോരല്ലോ, നമുക്ക് സമാധാനം പുലരേണ്ടതുണ്ട്. ആ രീതിയിലേക്കുള്ള പരിഹാര ശ്രമങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുണ്ടാകാനിടയുണ്ടോ ഉടൻ? അതുണ്ടാകാനുള്ള ഇത് ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഏറെക്കുറെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടൻ തങ്ങളുടെ സൈനിക താവളം അമേരിക്കയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ സൈപ്രസിലെ ബ്രിട്ടന്റെയും മറ്റും അധീനതയിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സ്റ്റെർമർ നൽകിയിരിക്കുന്നത്. അപ്പം അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് ഇതിൽ നേരത്തെ തന്നെ ഒരു മധ്യസ്ഥ നീക്കവുമായി സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നത്, പ്രധാനമായിട്ടും ഒമാനും ഖത്തറും. ആ രാജ്യങ്ങൾക്ക് നേരെയും ശക്തമായിട്ടുള്ള ഒരു ഇറാന്റെ നീക്കങ്ങൾ ഉണ്ടായി. എങ്കിൽ പോലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പരമാവധി സംഘർഷം ലഘൂകരിക്കാനും ഈ പ്രതിസന്ധി പരിഹരിക്കാനും ഈ രാജ്യങ്ങളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കവുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ യുദ്ധം എന്നത് ഒരുപക്ഷെ 4 ആഴ്ച മുതൽ 5 ആഴ്ച വരെയെങ്കിലും നീണ്ടു നിൽക്കുമെന്നായിരുന്നു. നേരത്തെ ഇപ്പൊ 2 ദിവസം മുമ്പ് ശനിയാഴ്ച അദ്ദേഹം പറഞ്ഞത് 4 ദിവസം വരെ ഈ ആക്രമണം ഉണ്ടാവുമെന്നാണ്. ആ 4 ദിവസത്തിൽ നിന്നാണ് ഇപ്പോൾ 4 ആഴ്ചയിലേക്കും 5 ആഴ്ചയിലേക്കുമുള്ള ഒരു സമയപരിധി അദ്ദേഹം തന്നെ ദീർഘിപ്പിക്കുന്നത്. അപ്പൊ അതിനർത്ഥം വലിയ ചില ലക്ഷ്യങ്ങൾ കൂടി അമേരിക്കയും ഇസ്രായേലും ഇറാനിലുള്ള ഈ ആക്രമണത്തിലൂടെ കാണുന്നുണ്ട്. കാരണം അവർ കണക്ക് കൂട്ടിയിരുന്നത് ഇറാനിൽ നിന്ന് വലിയ തോതിലുള്ള ബഹുജന പ്രക്ഷോഭം ഇറാൻ സർക്കാരിനെതിരെ വരും എന്നായിരുന്നു. പക്ഷെ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആയത്തുല്ല അലി ഖാംനിയുടെ വധത്തോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ഫഹാനിലും കുമ്മിലും തെഹ്റാനിലും മറ്റ് ഇറാൻ നഗരങ്ങളിലുമൊക്കെ സർക്കാരിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെ അവിടെ ഒരു ബദൽ സർക്കാർ അല്ലെങ്കിൽ തങ്ങളുടേതായ താല്പര്യമുള്ള ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം അത്ര എളുപ്പമല്ല. കാരണം ഇന്നലെ തന്നെ നെതന്യാഹു പേർഷ്യൻ ഭാഷയിലുള്ള സന്ദേശമാണ് ഇറാനികൾക്ക് കൈമാറിയത്. ഇത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് എല്ലാ വിലക്കുകളും ലംഘിച്ച് നിങ്ങൾ രംഗത്ത് വരിക, നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന ആ അർത്ഥത്തിലുള്ള ആ സന്ദേശം പോലും ഒരു പ്രതികരണവും ഇറാൻ ജനതയിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യം തുടരുന്നു, സംഘർഷം നീണ്ടുപോകാനുള്ള ഒരു അവസ്ഥയോടുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സാമ്പത്തിക രംഗത്തേക്കുള്ള വലിയ തിരിച്ചടിയായിട്ട് യുദ്ധം പരിണമിക്കുന്നത്. കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടൊന്നുമില്ല, അടച്ചിടാനും തങ്ങൾക്ക് പെട്ടെന്ന് താല്പര്യമില്ല എന്ന് ഇറാൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഭാഗത്തുകൂടെയുള്ള ചരക്ക് കടത്തിൽ നിന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ MSC ഉൾപ്പെടെയുള്ള ഷിപ്പിംഗ് കമ്പനികൾ പിന്മാറുകയാണ്. അവർ തങ്ങളുടെ ഓർഡറുകളൊക്കെയും ക്യാൻസൽ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് ചെങ്കടലിലെ സൂയസ് കനാൽ മുഖേനയുള്ള ആ ഒരു ചരക്ക് കടത്തിൽ നിന്നും അത് അത്ര സുരക്ഷിതമല്ല എന്നൊരു തീർപ്പിലേക്ക് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ എത്തിച്ചേരുകയാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനം എന്നത് സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് ഗൾഫ് മേഖലയെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെ തന്നെ പിടിച്ചുലയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ ലോക വിപണിയിലേക്കുള്ള എണ്ണയുടെ നല്ലൊരു ശതമാനം, ഒരു 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഹോർമസ് കടലിടുക്കിലൂടെയാണ്. ആ കപ്പലുകൾ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പൊ തന്നെ നോക്കുക, 2 ദിവസത്തിനുള്ളിൽ $68 ഉണ്ടായിരുന്ന വീപ്പക്ക് എണ്ണവില ഇപ്പോൾ 82 മുകളിലേക്ക് കുതിക്കുകയാണ്. അതൊരു പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ ബാരലിന് $100 അതിന് മുകളിലേക്കോ ആയി മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇപ്പൊ ഇന്ത്യയെ ഇത് നേരിട്ട് ബാധിക്കുകയില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇറക്കുമതി രാജ്യം എന്നതിലേക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നടുവൊടിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഈ എണ്ണവില വരാൻ പോകുന്നത്. അപ്പൊ പല രാജ്യങ്ങളെയും അതിന്റെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുന്ന, ദൈനംദിന ജീവിതത്തെ വലിയ തോതിൽ ക്ഷതമേൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ആക്രമണം മാറുന്നത്. അത് ഇനിയും നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ ഇന്നലെ വൈകിട്ട് ട്രംപ് പറഞ്ഞിരുന്നു, പുതുതായിട്ട് അധികാരമേറ്റ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഭരണകൂടം ഇറാനിൽ നിന്ന് ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. താൻ വ്യക്തിപരമായിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്, പ്രതിസന്ധി തീരുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം നൽകിയിരുന്നു. പിന്നീട് രാത്രിയാണ് ഈ നിലപാട് അദ്ദേഹം മാറ്റുന്നത്. 4 ആഴ്ച മുതൽ 5 ആഴ്ച വരെ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് ഏറ്റവും അവസാനം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ആകട്ടെ തങ്ങൾക്ക് കുറെ കൂടി വലിയ ലക്ഷ്യങ്ങളുണ്ട് ഇറാനിൽ, അത് തീർന്നിട്ട് മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നും വ്യക്തമാക്കുന്നു. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു പരിധിക്കപ്പുറം എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അമേരിക്ക
അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആ നിലക്കുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം എത്ര നീണ്ടു നിൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യമാണ്. കൂടുതൽ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുകയാണ് ഇസ്രായേലും ഇറാനും എന്നത് തന്നെയാണ്.